അധ്യാത്മരാമായണം ബാലകാന്ഡം 7-ാം ദിവസം. പരമാനന്ദം പൂണ്ട വിശ്വാമിത്രൻ ശ്രീരാമലക്ഷ്മണന്മാരോട് പറഞ്ഞു, ബാലകന്മാരെ, നമുക്ക് സമയം പാഴാക്കാതെ മധുരാപുരിക്ക് പോകാം. യാഗവും മഹാദേവ ചാപവും കൂടി കണ്ടിട്ട് വേഗം അയോധ്യയിൽ പോയി പിതാവിനെ കാണണം. ഇങ്ങനെ പറഞ്ഞ് ഗംഗയും കടന്നവർ മിഥിലാപുരിയിലെത്തി. മുനിനായകനായ വിശ്വാമിത്രൻ ആശ്രമ പ്രദേശത്ത് എത്തിയെന്ന് കേട്ട് പരമാനന്ദം പൂണ്ട ജനക മഹാരാജാവ് പൂജാ സാധനങ്ങളും എടുത്ത് ഭക്തിയോടെ കുലഗുരുവിനെയും കൂട്ടി ആശ്രമ പ്രദേശത്ത് എത്തിയ മുനിയെ പൂജിച്ചു. ഈ സമയം ആചാര്യമര്യാദകൾ പാലിച്ച് ചന്ദ്രസൂര്യന്മാരെ പോലെ ശോഭിച്ചു നിൽക്കുന്ന ശ്രീരാമലക്ഷ്മണന്മാരെ കണ്ട് ജനകൻ ചോദിച്ചു, കാമദേവൻ പോലും വന്ദിക്കുന്ന ഈ സുന്ദരന്മാർ ആരാണ്? നിരവികാരം പൂണ്ടു നിൽക്കുന്ന നരനാരായണന്മാരാണോ? ഇത് കേട്ട വിശ്വാമിത്രൻ രാജാവിനോട് പറഞ്ഞു, രാജാവേ, എൻ്റെ വാക്കുകൾ വിശ്വസിച്ചാലും വീരനായ ദശരഥപുത്രന്മാരിൽ മൂത്ത പുത്രനായ ഇവൻ ശ്രീരാമനും കൂടെയുള്ളത് മൂന്നാമത്തെ പുത്രനായ ലക്ഷ്മണനുമാണ്. എൻ്റെ യാഗരക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇവരെ കൂട്ടിക്കൊണ്ടുവന്നത്. സീതാ സ്വയംവരം. വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചിപ്പോൾ വിശ്വനായകൻ തന്നോടി വണ്ണമരുൾ ചെയ്താൻ, ബാലകന്മാരെ, പോക മിഥിലാപുരിക്കു നാം, കാലവും വൃഥ കളഞ്ഞിടുകയരുതല്ലോ. യാഗവും മഹാദേവചാപവും കണ്ടു പിന്നെ വേഗമോടെ അയോധ്യയും പൂക്ക താതനെ കാണാൻ. ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്ന മിഥിലാപുരമകം പൂക്ക. മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചിതെന്തം അതു കേട്ട നേരം മനസ്സി നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമ സംവിന്യുതം പൂജാ സാധനങ്ങളുമെടുത്തു ഭക്തിയോട് ആചാര്യനോട് മൃഷ്ടിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടു നിന്ന് രാമലക്ഷ്മണന്മാരെ കാണാനായി നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വര നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും. കന്ദർപ്പൻ കണ്ടു വന്ദിച്ചിടിന ജഗദേക, സുന്ദരന്മാരായി ഇവരാരെന്ന് കേൾപ്പിക്കണം. നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായതിപ്പോൾ. വിശ്വാമിത്രനും ഇതു കേട്ടു അരുൾ ചെയ്തിടിനാൻ, വിശ്വസിച്ചാലും മമ വാക്യം നീ നരവതേ. വീരനാം ദശരഥൻ തന്നുടെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ, ലക്ഷ്മണൻ മൂന്നാമനവൻ. എന്നുടെ യാഗം രക്ഷിച്ചിടുവാനിവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടു പോന്നീടിനേനിതുകാലം.